ചില രചന പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് അയക്കുന്ന ആ സഹായകൻ വരുമ്പോൾ, പിതാവിൽ നിന്ന് വരുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള സാക്ഷ്യം നൽകുമെന്ന് പറയുകയാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നിങ്ങളും ആ സമയത്ത് സാക്ഷ്യം നൽകുമെന്ന് പറയുകയാണ്. അതായത് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന് സാക്ഷ്യം നൽകാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സഹായകനായിട്ടൊരു പരിശുദ്ധാത്മാവ് ഉണ്ടാകുമെന്ന് പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും പെന്തക്കോസ്ത് ദിനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു പറയുക, നിങ്ങൾക്ക് സഹായകനായിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും. അത് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലി അർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരും. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ പീഡനങ്ങളുടെ കാലഘട്ടത്തിൽ പോലും നിങ്ങൾക്ക് സഹായകനായിട്ട്, നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ അയക്കുന്ന ഒരു സഹായകൻ ഉണ്ടാകും, പരിശുദ്ധാത്മാവ് ഉണ്ടാകും എന്ന് പറയുകയാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു വചനഭാഗമാണ്. കാരണം എന്താണ്? നമ്മൾ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ പീഡനങ്ങളെ ഏൽക്കേണ്ടി വരുമ്പോൾ പോലും ദൈവം എനിക്കൊരു സഹായകനെ നൽകും എന്നുള്ളതാണ്. അതാരാണ്? വെറുതെ ഒരു സഹായകനല്ല, മറിച്ച് സർവശക്തനായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് സഹായത്തിനായിട്ട് നൽകുന്നുള്ളതാണ്. അത്രയും വലിയൊരു ശക്തനായിട്ടുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ സഹായത്തിനായിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യവും ചെയ്യാനായിട്ട്, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ദൈവരാജ്യത്തെ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി